സുഹൃത്തുക്കളെ എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് പാർട്ട് നമ്പർ 2 ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മളുടെ ഇതിലോട്ട് മീഡിയ ഫയൽസൊക്കെ ആഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫയൽസൊക്കെ എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സീക്വൻസ് ഉണ്ടാക്കണം. അപ്പോൾ സീക്വൻസ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഫയൽസ് നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽസിൻ്റെ സെറ്റിങ്സ് എന്താണോ അത് വെച്ചിട്ട് പ്രീമിയർ പ്രോ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് സീക്വൻസ് ഉണ്ടാക്കി തരും. ഇപ്പം ഇത് നേരത്തെ നമ്മൾ കണ്ട വീഡിയോ ആണ്. അപ്പം ഈ ഫയൽ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്തു. അപ്പം ഈ ഡ്രാഗ് ചെയ്ത ഫയലിൻ്റെ സെറ്റിങ്സ് എന്താണോ അത് വെച്ചിട്ടാണ് ഈ സീക്വൻസ് ഉണ്ടായിട്ടുള്ളത്. സീക്വൻസ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണും, ഇവിടെ കവർ ഇതേ പേരിൽ തന്നെ ഈ സീക്വൻസ് ആണ്. ഇത് മീഡിയ ഫയലാണ്, ഇതൊരു സീക്വൻസ് ഫയലാണ്. ഇത് നമുക്ക് തൽക്കാലം ഒന്ന് റീനെയിം ചെയ്യാം. ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞ് നമ്മൾ റീനെയിം ചെയ്തു. ഓക്കെ, ഇനി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ ഒരുപാട് ക്ലിപ്സുകൾ കൂടി ചേർന്ന് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേ ചെയ്യുന്നതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് സ്പേസ് ബാറാണ്. നമ്മൾ ഇവിടെ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് സ്പേസ് ബാർന്ന്. ഓക്കെ, അപ്പം നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പും സ്റ്റാർട്ടും ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫോർവേഡ് പോകണമെങ്കിൽ ഇതാ നമ്മൾ റൈറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് പോകാം. അതേപോലെ ബാക്ക് കീ പ്രസ് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകാം. ഇനി സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പ് കീ. അതായത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ അപ്പ് ആരോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് പോകും. ഇനി അതേപോലെ എൻഡിലോട്ട് പോകാനായിട്ട് നമ്മൾ ഡൗൺ കീ പ്രസ് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ എൻഡിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടത് ഈ വീഡിയോയിലെ നമ്മളുടെ ഇത്രയും ഭാഗം നമുക്ക് മതി. ഇനി അതിന് ശേഷമുള്ളതൊന്നും നമുക്ക് വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അവിടെ വന്ന് നമ്മൾ നിൽക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളതെങ്കിൽ എന്നിട്ട് ക്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിലെ ക്യൂ ഇപ്പം ഇത്രയും ആദ്യം ഉണ്ടായിരുന്ന നമ്മൾ എവിടെയാണോ നമ്മളുടെ ടൈം ലൈനിൽ ഉണ്ടായിരുന്നത് അവിടെ അതിന് മുമ്പിലുള്ള എല്ലാം കട്ടായിപ്പോയി. ഓക്കെ, ഇപ്പം അതിന് ശേഷമുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രം മതി. അതായത് ആ സൈക്കിള് അതൊന്ന് പോയി കഴിഞ്ഞു, ഇപ്പോൾ കാറ് വരുന്നതായി. അപ്പോൾ അതിന് ശേഷമുള്ളത് നമുക്ക് വേണ്ടെങ്കിൽ W പ്രസ് ചെയ്താൽ അതിന് ശേഷമുള്ളതെല്ലാം കട്ടായി പോകും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലിപ്പ് വളരെ ചെറുതായി. ഇത് നമുക്ക് സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഇത്രയും വേണ്ട, അത് കുറച്ചും കൂടി എനിക്ക് ഈ കാറ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് എക്സാക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമ്മൾ കീബോർഡിൽ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂം ആവും. മൈനസ് നോക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ ബാക്ക് സ്പേസിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് കീകളാണത്, പ്ലസും മൈനസും. എന്നിട്ട് ഞാൻ എൻ്റെ കീബോർഡിലെ റൈറ്റ് ബട്ടണും ലെഫ്റ്റ് ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് എനിക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ വന്ന് കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ വെച്ച് ഞാൻ W പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കട്ടായി. ഇനി ഫസ്റ്റിലോട്ട് പോകാനത് ലാസ്റ്റിലോട്ട് പോകാനത്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് സ്പേസിൻ്റെ താഴെയുള്ള ബാക്ക്സ്ലാഷ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മളുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ഇതാക്കണമെങ്കിൽ മൈനസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
വീണ്ടും സൂം ഔട്ട് ആവും. ഈ ഷോർട്ട് കട്ട്സൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നതാണ്. കാരണം ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫയൽസ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് കട്ട്സൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ അടുത്ത ഫയലാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓക്കെ, ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് ഒരേപോലത്തെ തന്നെ ആയതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഇത് മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ച് ഭാഗം എടുക്കുക. അതിനായിട്ട് ഇവിടെ മാർക്ക് ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മാർക്ക് ഇൻ പ്രസ് ചെയ്തത് മുതൽ ഇനി എത്ര വരെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതായത് എവിടെയാണോ മാർക്ക് ഔട്ട് ചെയ്യുന്നത് അതുവരെ നമുക്ക് വീഡിയോ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത്രയും വീഡിയോ, ഇത്രയും ഭാഗം, അതായത് ഈ കംപ്ലീറ്റ് ക്ലിപ്പിലെ ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ സീക്വൻസിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ഇൻ മാർക്ക് ഔട്ട് മാർക്ക് ചെയ്തത് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്പേസ് ബാർ പ്രസ് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ ക്ലിപ്പ് കിട്ടി. ഇനി നമുക്ക് ഇത് തൽക്കാലം വേറൊരു മെത്തഡും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് തൽക്കാലം Ctrl+Z പ്രസ് ചെയ്ത് ഞാൻ ഒഴിവാക്കി. ഇനി ഇതിനായിട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇനി നമുക്ക് ഈ ഭാഗമാണ് വേണ്ടത് വിചാരിക്കുക. അപ്പം ഈ ഭാഗം സ്റ്റാർട്ടിങ്, അതിനായിട്ട് കീബോർഡിലെ I പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പം മാർക്ക് ഇൻ ആയി. ഓക്കെ, ഇനി നമുക്ക് ഏത് വരെയാണോ വീഡിയോ വേണ്ടത് അതുവരെ നോക്കുക. ഓക്കെ, ഇതുവരെ വേണമെന്ന് വിചാരിക്കുക. അവിടെ മാർക്ക് ഔട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മളെ വീഡിയോസ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസേർട്ടായി. അതായത് നമ്മൾ മാർക്ക് ഇൻ മാർക്ക് ഔട്ട് ചെയ്തത് ഇവിടെ വന്ന് ഇൻസേർട്ടായി. ഇനി ഞാനിത് സൂം ചെയ്തു, ഇവിടെ സൂം ചെയ്തു. എന്നിട്ട് എനിക്ക് ഇത്രയും ഭാഗം വേണ്ട എന്ന് വരിക. അത് ഇൻസേർട്ട് ചെയ്തതിൽ ഉള്ള പ്രശ്നമാണത്. കാരണം നമ്മൾ കറക്റ്റായിട്ട് ടൈം എൻഡിൽ വന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, കണ്ടോ ഇവിടെയാണ് എൻ്റെ ടൈം ലൈൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ടൈം ലൈൻ എപ്പോഴും നമ്മൾ എവിടെയാണോ വീഡിയോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, എന്നിട്ട് ഇത്രയും വേണമെന്ന് വിചാരിക്കുക. ഇവിടെയും നമുക്ക് ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണൊക്കെ പ്രസ് ചെയ്യാം. അപ്പും ഡൗണൊക്കെ സെയിം ഇവിടെയും അതേപോലെ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നു, I ബട്ടൺ പ്രസ് ചെയ്തു. എത്രയാണ് വീഡിയോ വേണ്ടത് നോക്കി, ഇൻസേർട്ട്. ഓക്കെ, അപ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നുകയാണ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ വന്നിട്ട് W പ്രസ് കഴിഞ്ഞാൽ എൻഡിൽ കട്ടാവും. അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും വേണ്ട, നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇത്രയും ഭാഗം വേണ്ടെങ്കിൽ ഇവിടെ Q പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് കട്ട്സൊക്കെ വളരെ ഉപകാരമാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ 2-3 ഓപ്ഷൻസ് നമ്മൾ കാണണം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഈ ഓപ്ഷൻ ക്ലോസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, സ്നാപ്പ് എന്നുള്ള ഓപ്ഷൻ, അതായത് എസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഡ്രാഗ് ചെയ്ത് വരുമ്പോൾ അതിൽ ഓവർ റൈറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എസ് പ്രസ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ സ്നാപ്പ് ഓപ്ഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടല്ലോ, ഇവിടെ വന്ന് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് പോലെയാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് അതൊന്ന് ആ കറക്റ്റ് ഓരോ ക്ലിപ്പ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ എൻഡിൽ വന്നിട്ട് അത് നിൽക്കും. അങ്ങനെ ഓക്കെ, ഇനിയിപ്പം എനിക്ക് വേണ്ടത് ഞാനൊരു വീഡിയോ കൂടി, അതായത് ഈ വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇനി ഇത്രയും ഭാഗം വേണ്ട,
ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇവിടെ മുതൽ എനിക്ക് മതി. അപ്പോൾ ഇവിടെ ഞാൻ ഐ പ്രസ് ചെയ്തു, ഇവിടെ ഒ പ്രസ് ചെയ്തു. ഇനി നമ്മളുടെ ടൈം ലൈൻ ശ്രദ്ധിക്കണം, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എൻഡിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് കോമ കീ പ്രസ് ചെയ്യുക, കീബോർഡിലെ കോമ ബട്ടൺ. ഓക്കെ, അതും പ്രസ്സായി. അപ്പം നമ്മൾ ഇങ്ങനെ വന്ന് നിന്നു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബാക്ക് സ്പേസിൻ്റെ താഴെയുള്ള ബാക്ക്സ്ലാഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ സീക്വൻസ് അല്ലെങ്കിൽ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട്. യെസ്, ഇപ്പം എല്ലാം ഒരുമിച്ചായി ഒറ്റ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബാക്ക് സ്പേസ് വെച്ചിട്ടൊന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ 3 വീഡിയോ നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ വീഡിയോ ഇതിന് മുമ്പ് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് ഉണ്ടോ ഇങ്ങനെ ചെയ്തു. പക്ഷേ ഇതെന്ത് സംഭവിച്ചത്, ഓവർലാപ്പ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഓവർലാപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസ് കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്യുക. അപ്പം മാക്കിലാണെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ബാക്കിൽ ഉണ്ടായിരുന്ന വീഡിയോ ഫ്രണ്ടിലോട്ട് വരും, ഫ്രണ്ടിലുള്ളോട്ട് നേരെ ബാക്കിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഒന്ന് സ്പേസ് ബാർ വെച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേതെങ്കിലും ക്ലിപ്പ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും, കൺട്രോൾ Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ആവും. അപ്പം അടുത്ത വീഡിയോസിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളൊക്കെ നോക്കാം, ഈ ടൂൾ ബാറും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം അതുവരെ ടേക്ക് കെയർ.